ആ നമ്മളെ ജീവാത്മാവ് ഭഗവാന്റെ ആരാണ്? നമ്മള് ഭഗവാന്റെ ഒരു അംശമാണ് നമ്മള്. സൂര്യൻ എങ്ങനെയാണോ, സൂര്യന്റെ കിരണങ്ങൾ എങ്ങനെയാണോ, ആ കിരണം പോലെ സൂര്യനിൽ നിന്നാണ് വരുന്നത് ഏത് കിരണങ്ങൾ അല്ലേ? അപ്പൊ എത്ര എത്ര കിരണങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ അംശങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും. അവിടെ മനുഷ്യന്മാരിന്നുണ്ടാ, മൃഗങ്ങളൊന്നുണ്ടാ, പക്ഷികളൊന്നുണ്ടാ വ്യത്യാസം? എല്ലാതും ആരുടെ മക്കളാണ്? അതായത് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നാണ് പറയുന്നത്. എല്ലാവരും സനാതനമായ എൻ്റെ അംശങ്ങളാണെന്നാണ് പറഞ്ഞത്. അവരുടെ വലിപ്പം കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു തന്നു. നമ്മുടെ വലിപ്പം ഹൃദയത്തിലിരിക്കുന്ന ആ ആത്മാവ് ശരീരം മൊത്തം എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിന്റെ പ്രഭാവം മൊത്തം, ഇപ്പൊ സൂര്യന്റെ പ്രഭാവം എല്ലായിടത്തും പ്രകാശിക്കുന്ന പോലെ ഹൃദയത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ആത്മീയ പ്രഭാവം ഉള്ളത് കൊണ്ടാണ് ഈ കൈയൊക്കെ ചലിക്കുന്നത്. ആ സുഖവും ദുഃഖവും സഹിക്കാൻ പറഞ്ഞു അല്ലെ കഴിഞ്ഞ ശ്ലോകത്തില്. മാത്ര സ്പർശസ്തു കൗന്ദേയയില് നമ്മളോട് ഭഗവാൻ സ്ഥാം സ്ഥിതശ്വസ ഭാരത, നീ അത് സഹിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾക്ക് സുഖവും ദുഃഖവും വരുന്നത്? ആ അതന്നെ. അപ്പോ മുൻ ജന്മങ്ങളില് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനമാണ് സുഖവും ദുഃഖമായിട്ട് വരുന്നത്. നമ്മൾ തന്നെ ചെയ്തതിന്റെ ഫലമാണ് നമുക്ക് കർമ്മഫലങ്ങളാണ് സുഖമായിട്ടും ദുഃഖമായിട്ടും വരുന്നത്. അതിന് നമ്മൾ തന്നെ സഹിക്കണ്ടേ, ഭഗവാനല്ല. അപ്പൊ അതും മനസ്സിലാക്കുക. കർമ്മം നമ്മുടെ കയ്യിലാണ്. കർമ്മം നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. കർമ്മത്തിൽ മാത്രം മാറ്റം വരുത്താൻ പറ്റുള്ളൂ. കർമ്മനൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശ്വരനൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രകൃതി, കാലം, ഇതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ പ്രവൃത്തിനെ മാറ്റാൻ പറ്റും. നമുക്ക് തീരുമാനിക്കാം വെജിറ്റബിൾസ് കഴിക്കണോ ശവക്കറികൾ കഴിക്കണോ, അത് തീരുമാനിക്കാം നമുക്ക്. അപ്പോ അതില് അതിന്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഒരു വെജിറ്റേറിയൻ നമ്മൾ ആവണം എന്ന് പറയാനുള്ള ശാസ്ത്രപ്രകാരം എന്താണ്? നമ്മള് ഭഗവാന്റെ അംശമായതുകൊണ്ട് എല്ലാവരിലും ഭഗവാന്റെ മക്കളാണ് അല്ലെ. ഒരച്ഛൻ്റെയും അമ്മയുടെയും മറ്റു മക്കളെ, മൂത്ത മക്കള് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത, ശാരീരികമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു മക്കള്, ശാരീരികമായിട്ട് കുഴപ്പമുള്ള ഒരു മക്കളെ കൊന്നു തിന്നുമ്പോ അച്ഛന് വിഷമം ഉണ്ടാവോ, അമ്മയ്ക്ക് വിഷമം ഉണ്ടാവോ? അപ്പൊ നമ്മള് ശരീരം എടുക്കാനുള്ള കാരണങ്ങള് ആണ് ഇപ്പൊ ഈ പറയണത്. ഓരോ ജീവാത്മാവിലെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുലിയായിട്ടും സിംഹമായിട്ടൊക്കെ വരണത് ആരാണ്? ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അവര് ആ ശരീരത്തിലേക്ക് പിറക്കാനുള്ള കാരണം അവര് ചെയ്തച്ച കർമ്മത്തിന്റെ ഫലം. അപ്പൊ എങ്ങനെയാലും ശരീരങ്ങൾ, കുപ്പായങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ്, അവർ മിണ്ടാൻ കഴിവില്ലാത്തവരാണ് അവര് അല്ലേ. അതാണ് അവരുടെ പോരായ്മ. നമ്മൾ അവരെ കീഴ്പ്പെടുത്തുന്നു, നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് കഴിക്കുന്നു. അപ്പൊ അത് ഏതാ പാപം ഏതാ പുണ്യം എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം ഞാൻ ഏത് കർമ്മമാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് തീരുമാനിക്കാനുള്ള വിവേചന ബുദ്ധി ഈ മനുഷ്യ ജന്മത്തിൽ നമുക്കുണ്ട്. 4 തരം പാപപ്രവൃത്തികളുണ്ട്. ആർക്കറിയാം? യമന്റെ അടുത്ത് 4 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ച് വരുന്നവർക്ക് അവിടേക്ക് എൻട്രി, ആ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. അതാണ് യമ നിയമങ്ങള്. ഏതാണ്? മത്സ്യമാംസാദികൾ കഴിക്കുന്നത്, പിന്നെ പരശ്രീ പരപുരുഷ ബന്ധം, പിന്നെ ചൂതുകളി, ലഹരി വസ്തുക്കള്. നമ്മൾ ഭൗതികതയില് ഒരാളെ എന്തെങ്കിലും കൊലകുറ്റം ചെയ്താ ജയിലിലടയ്ക്കുന്നത്. പ്രകൃതിയുടെ നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമത്തില് ഏതെങ്കിലും ഒരു ജീവിനെ കൊന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഉണ്ട്. നമ്മുടെ ധൃതരാഷ്ട്രർക്ക് 100 മക്കളും കിട്ടി, 100 മക്കളും ഇല്ലാണ്ടായി. യുദ്ധത്തിൽ എല്ലാവരും ഇല്ലാണ്ടായപ്പോ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ആര്? ധൃതരാഷ്ട്ര ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മക്കളും മുഴുവൻ ഇല്ലാണ്ടായത്? ഒറ്റയടിക്കാണ് എല്ലാ മക്കളും ഇല്ലാണ്ടാവുന്നത്. അപ്പൊ പറയാണ്,
50 ജന്മങ്ങൾക്ക് മുന്നേ ഒരു 100 കിളിക്കുട്ടികളുടെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് ഇത്രയും ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും കുട്ടികൾ ഉണ്ടാവണ്ടേ? 100 കുട്ടികൾ ഉണ്ടാവാനുള്ള സമയമാവുമ്പോ അതിന്റെ ആ കർമ്മം എത്തിയെടുക്കുന്നു. ഇപ്പോഴാണ് ഈ 50 ജന്മങ്ങൾക്ക് ശേഷമാണ് അതിന്റെ കർമ്മം അനുഭവിക്കാനുള്ള സമയമായി എടുക്കുന്നത്. അപ്പൊ നമ്മള് വിചാരിക്കണ്ട, നമ്മൾക്ക് തോന്നും അയ്യോ ഞാൻ ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അത്രയും സത്യസന്ധരും ഒരു പാപം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാവരും മേരുപർവ്വതത്തിന്റെ അത്ര കർമ്മത്തിന്റെ പ്രാരാബ്ധ സഞ്ചി നിറച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ അതിൻ്റെയൊക്കെ എത്രയോ ജന്മങ്ങൾക്ക് മുന്നേ ചെയ്തതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്തതിന്റെ ഫലം. അതാണ് നമ്മുടെ രത്നാകരൻ ആ ഭാര്യയോടും മക്കളോടും ചോദിക്കാൻ പറഞ്ഞില്ലേ, എന്താണ് നിങ്ങളും അതിന്റെ കർമ്മം അനുഭവിക്കുമെന്ന് ചോദിച്ചപ്പോ ഇല്ലല്ല, താൻ ചെയ്ത കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അതേപോലെ ഇതിനാരും ഉത്തരവാദിയല്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും നമ്മൾ തന്നെ കാരണം. ഭഗവാനെ കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. അതിനാണ് ഭഗവാൻ പറയണത് നീ സഹിക്കണം. സുഖത്തിനും ദുഃഖത്തിനും സഹിക്കാൻ പറയണത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാണ്. അത് മാറി മാറി വരും. അപ്പൊ നമ്മൾ ശരീരം എടുക്കാനുള്ള കാരണങ്ങൾ എന്താ? ഓരോരുത്തർക്കും ഓരോ ശരീരങ്ങൾ എടുക്കാനുള്ള കാരണം ഇത് തന്നെ, കർമ്മം. മനസ്സിലാവുന്നുണ്ടോ? കർമ്മത്തിനനുസരിച്ച്. അപ്പൊ ഈ കർമ്മം നമ്മൾ ഇപ്പൊ ഈ ജന്മത്തിൽ ഇപ്പൊ ശരിയാക്കിയില്ലെങ്കിൽ വീണ്ടും പോകും. എവിടേക്ക്? നരി ചത്ത് നാരിയായി പോവും. അപ്പൊ അതായത് ഇപ്പൊ കർമ്മം ശരിയാക്കിയില്ലെങ്കിൽ മൃഗജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ കൊള്ളുക അല്ലെ? അപ്പൊ അങ്ങനെ താഴ്ന്ന ജീവജാലങ്ങളിലേക്ക് നമ്മൾ അധപ്പതിക്കും. അപ്പൊ എത്രയോ 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്ന് കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം. അപ്പൊ അതാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ തുടക്കം തന്നെ ഭഗവത്ഗീതയൊക്കെ അതാണ് പറഞ്ഞത്. കർമ്മം ശരിയാക്കണം. കർമ്മം മാത്രം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ, കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും റിസൾട്ട് ഉണ്ട്. 0 ആക്കി മാറ്റണം കർമ്മം. പുണ്യപ്രവൃത്തിയും പാപപ്രവൃത്തിയും ഇല്ലാത്ത പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തിയൊക്കെ ഇനി എന്താക്കി മാറ്റാൻ പോവുകയാണ്? ഭഗവാന് ഇഷ്ടമുള്ളത് ചെയ്യുക, ഇഷ്ടമില്ലാത്തത് ചെയ്യാണ്ടിരിക്കുക. ആ ഇഷ്ടമുള്ളത് എങ്ങനെ ചെയ്യണം? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാകുമ്പോൾ എന്തായി? അവിടെ അതിലത്തെ എല്ലാ പാപപ്രതികരണങ്ങളും ഭഗവാൻ ഇല്ലാണ്ടാക്കും. ഭഗവാനെ ഇത്രയും 10,000-കണക്കിലുള്ളതിൽ ഇപ്പതാ നമ്മൾ ഇത്ര പേരല്ലുള്ളൂ. അപ്പൊ കുറച്ച് പേര് വിളിക്കുമ്പോ ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നമ്മളെ അച്ഛനും അമ്മയാണ്, മക്കള് നമ്മൾ പറയണ പോലെ അനുസരിക്കുമ്പോ ആ അച്ഛനും അമ്മയ്ക്കും ആ മക്കളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും അല്ലെ? അതേപോലെ ഇപ്പൊ ഭഗവാന് നമ്മളിപ്പോ വിളിക്കുന്നു, ഭഗവത്ഗീത കേൾക്കണു, ഭാഗവതം കേൾക്കണു, ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, അവര് പറയണ പോലെ യമനിയമങ്ങളൊക്കെ പാലിക്കുന്നു. ഇതൊക്കെ കാണുമ്പോ ആ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താണ് അവര് ചെയ്യുക? എല്ലാതും ആളായിട്ട് കട്ട് ചെയ്യും. എല്ലാതും കവർന്നെടുക്കും. ചോരനാണല്ലോ. നമുക്ക് ഇനി ഇവിടെ ഒരു അറ്റാച്ച്മെന്റും വരാണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഭക്തന്മാർക്ക് മനസ്സിലാവുള്ളൂ. അത് ഭഗവാന്റെ സ്പെഷ്യൽ കാരുണ്യം അത്ര. ഭക്തന്മാരോട് ഭഗവാൻ കാട്ടുന്ന സ്പെഷ്യൽ കാരുണ്യാണ്. ഭൗതികമായിട്ടുള്ളത് പലതും നമ്മളിൽ നിന്ന് കട്ടാക്കിയിട്ട് ആരാരുമില്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. സമ്പത്ത് ഉണ്ടാവില്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാവില്ല. ഇതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാൻ അത് കാട്ടുമ്പോ തളരാണ്ട് നിൽക്കുക. അതാണ് ആ സമയത്ത് നീ സ്ഥിതിശ്ച ഭാരത. അപ്പോഴും ആർക്കാണ് സഹിക്കാൻ പറ്റുക? ഈ ദുഃഖങ്ങളെയും സുഖങ്ങളെയും സഹിക്കാൻ ഭക്തന്മാർക്ക് മാത്രം പറ്റുള്ളൂ. സഹിക്കാൻ നമ്മളിപ്പോ ഭക്തി ചെയ്താൽ ഉണ്ടാവണ മാറ്റം നമ്മളിൽ എന്താന്ന് അറിയാം? പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മള്. പക്ഷെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഭക്തന്മാർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. അഭക്തന്മാർക്ക് പറ്റില്ല. ഭക്തന്മാർക്ക് ഭഗവാൻ പറയണ ഈ സഹിഷ്ണുത കിട്ടും. എന്താന്ന് വെച്ചാൽ അവർക്ക് പരമസത്യം മനസ്സിലാക്കി. ഇവിടെയുള്ള സുഖവും ദുഃഖവും ശാശ്വതമല്ല. പരമമായിട്ട് നമ്മളെന്താണ്? സച്ചിദാനന്ദ സ്വരൂപരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതൊന്നും ശാശ്വതമല്ല. ഭഗവാന്റെ ലോകത്തിലേക്ക് പോവാനിരിക്കാണ്. അപ്പോഴെന്താണ്?
ഈ താമരല്ലേ, താമര എവിടെ നിൽക്കണു? ചെളിയില്. താമരയുടെ മുകളിൽ വല്ല ചെളിയും പറ്റുന്നുണ്ടോ? അപ്പൊ അതേപോലെ നമ്മളുടെ ചുറ്റും എല്ലാതും കവർന്നിട്ട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ചെളിയിലാ നിൽക്കണുണ്ടെങ്കിലും ഒരു ഭക്തനെ ഇതൊന്നും ബാധിക്കില്ല. അത് അങ്ങനെ ആക്കി തരും ഭഗവാൻ നമ്മളെ. നമ്മളെ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണില് ഭയങ്കര പ്രശ്നത്തിലാണ്. പക്ഷെ എന്താണ്, ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോ അപ്പോഴാണ് നമുക്ക് സമാധാനം, സന്തോഷം, ശരിയായ സമാധാനം, സന്തോഷം. ആത്മാവാണല്ലോ നമ്മള്. ആത്മീയ ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ സമാധാനവും സ്വസ്ഥതയൊക്കെ നമുക്ക് ഉണ്ടാവുക. ഇതിനെയൊക്കെ സഹിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. നമ്മളുടെ ഈ പ്രശ്നങ്ങളെ ഇപ്പൊ ഭഗവാൻ പറഞ്ഞ ആ ശ്ലോകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റും എന്നുള്ളത് അല്ലെ. ഭഗവാൻ പറയണ പോലെയാണ് ജീവിക്കുന്നതേ. അപ്പൊ ഭഗവാന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ ഓരോ പദത്തിലും അവരുടെ കൂടെ ഉണ്ട്. എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അർജുനനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഭൗതികപരമായിട്ടുള്ള കാഴ്ചപ്പാടില് പല പല ഇല്ലായ്മകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭക്തന്മാരുടെ ലക്ഷ്യം എന്താന്ന് മറ്റുള്ളവർക്ക് അറിയണില്ല. ഇവിടെ കൂടുതൽ സമ്പാദിക്കാനല്ല നമ്മൾ ഭക്തി ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാനല്ല. അവർക്ക് എന്താണ്, അറ്റാച്ച്മെന്റ് ഭഗവാനോടും ഡിറ്റാച്ച്മെന്റ് എല്ലാ നമ്മുടെ പ്രവൃത്തികളോടും. എന്താണ്, കർമ്മം ശരിയായില്ലെങ്കിൽ അടുത്തത് വരും. അടുത്ത ജന്മത്തിന് ഒരു ഇട കൊടുക്കരുത്. അടുത്ത ജന്മം അതാണ് സീറോ ബാലൻസിലേക്ക് ആക്കണം. അല്ലെങ്കിൽ വീണ്ടും ഈ കർമ്മം അനുഭവിക്കാൻ വീണ്ടും ഒരു ശരീരം എടുക്കേണ്ടി വരും അല്ലേ. കാര്യങ്ങൾ അതാണ് അതിന്റെ വകുപ്പ്. നമുക്ക് ഓൾറെഡി അത് സെറ്റായിട്ടുള്ള കർമ്മമാണ്. ഇനി നമ്മള് എന്നൊട്ടിട്ടാണോ ഭഗവത്ഗീത പഠിച്ച് നാമം ജപിച്ചു തുടങ്ങി ഭഗവാൻ പറയണ പോലെ ജീവിക്കാൻ അർജുനനും തീരുമാനമെടുത്തു അല്ലെ. കരിഷ്യ ഭജനം തവ, അങ്ങ് പറയണ പോലെ. അല്ലാണ്ട് അർജുനന് ഇഷ്ടമായിട്ടല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കണു. അവിടെയാണ് പോയിന്റ്. നമുക്ക് പലതും ഇഷ്ടമാണ്, ഇവിടെ എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഭഗവാൻ അത് വേണ്ട, അത് വേണ്ട, നിനക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കർമ്മം ഉണ്ടാവും. അപ്പം ഭഗവാന് ശരി, ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് അങ്ങനെ നമ്മൾ ഭഗവാൻ പറയണ പോലെ നീങ്ങുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഈ ആത്മാവിന് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഭക്തന്മാര് പല കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നത്. ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങളോടൊന്നും താല്പര്യം കുറയണത്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പൊ അനുഭവങ്ങൾ അതാണ്. അങ്ങനെ നമ്മൾ എത്ര ആത്മാവാണ് നമ്മളെന്ന് പഠിച്ചാലും ഈ ശരീരമല്ലാണ്ട് ആത്മാവിന് നിലനിൽപ്പില്ല. ശരീരം ഭൗതികമാണ്, നാശമുള്ളതാണ്. പക്ഷെ ഈ ശരീരം വേണം ആത്മാവിന് നിലനിൽക്കാൻ. മരണത്തിന് ശേഷം പാപപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പ്രേതരൂപത്തില് ആത്മഹത്യ എന്ന് പറയുന്നത് കൊടും പാപാണ്. അത് ചെയ്തുള്ള ആൾക്കാർക്ക് ഇപ്പതാ നമുക്കൊരു 50 വയസ്സ് വരെയാണ് ആയുസ്സെന്ന് വെച്ചാല് 20 വയസ്സിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവർക്ക് ആ 50 വയസ്സ് വരെ അവർക്ക് ശരീരം കിട്ടില്ല. ആത്മാവിന് ശരീരം കിട്ടാണ്ട് പ്രേതരൂപത്തിൽ അലഞ്ഞ് നടക്കേണ്ടി വരും. ഈ ആത്മാവിന് എപ്പോഴും ഒരു ശരീരത്തിൽ നിലനിൽക്കണം. ഒന്നെങ്കിൽ ആത്മീയ ശരീരത്തില് ഭഗവാനോടൊത്ത്, അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിലെ ഏതെങ്കിലും ജീവജാലങ്ങളിൽ കൂടിക്കയറണം ഈ ആത്മാവിന്. അങ്ങനെ ശരീരം കിട്ടാണ്ട് ഈ പ്രേതങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അലഞ്ഞ് നടക്കുന്നത് എന്തിനാണ്? അവർക്ക് ശരീരം കിട്ടാണ്ട്. അതാണ് ചെറിയ ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യും. ഈ മരണശേഷം അനുഭവിക്കണവര് ഒരു ശരീരം കിട്ടാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും ആത്മാവ് ചിലവരുടെ ശരീരത്തിലേക്കൊക്കെ കയറുന്നതും ഈ നാമജപം ഇതൊന്നും ഇല്ലാത്തവരുടെ ശരീരത്തിലേക്ക് വേഗം കയറും. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് യാതൊരു പേടിയും വേണ്ട. ഭക്തന്മാർക്ക് ഒരു ഭൂതപ്രേതാദി എന്താണ് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നരകയാതനകളാണ്, നരകലോകങ്ങളാണ്. 25 നരകലോകങ്ങള് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നരകയാതനകളാണ് കൊടും യാതനകളാണ്.
അതിലേക്ക് പ്രവേശനം ഇല്ലാണ്ടാവുകയാണ്. എന്ത്? സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ, പരമമായ ധർമ്മം ഭഗവാനോട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നരകത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശനമില്ല. അപ്പൊ അതാണ് നമ്മൾ ഇപ്പോഴാണ് നാമജപം തുടങ്ങി ഭഗവാനെ കുറിച്ച് കേട്ട് ഇപ്പോഴാ തുടങ്ങിയെന്ന് വെച്ചാൽ കട്ടായി. നരക ഭയങ്ങളെ കുറിച്ച് പേടി വേണ്ട. അതാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. ഭക്തന്മാർക്ക് മരണം എന്ന് പറയുന്നത് ഭയേ വേണ്ട. അവരിതാ നമ്മുടെ ശബരി കാത്തിരിക്കണ പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് ശബരി പൂക്കളെ കൊണ്ട് ദിവസം അലങ്കരിച്ച് ഓരോ ഭഗവാന്റെ ഓരോ പാത എന്ന് വരും, എന്നിവിടെ ചവിട്ടും. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സുകൾ എല്ലാതും ശേഖരിച്ച് വെച്ച് അതേപോലെ ഭക്തന്മാര് ഭഗവാനെ മരണം അടുത്തുണ്ടായാലും എന്താണ്, എൻ്റെ ഭഗവാന്റെ അടുത്തേക്കാണ് പോണെന്നുള്ള ആ സന്തോഷത്തിലിരിക്കണം. ഒരിക്കലും ഭയം ഉണ്ടാവില്ല ഭക്തന്മാർക്ക്. എന്താന്ന് വെച്ചാ ആരെയാണ് പിടിച്ചത്? ഭയത്തിന്റെ കാലത്തിന്റെ ഒക്കെ അധിപൻ യമൻ വരെ പേടിക്കുന്ന ഭഗവാന്റെ നാമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, ഈ ഭഗവാൻ പറയണ പോലെ നമ്മൾ ജീവിച്ചാല് എന്തുണ്ടാവും? ഈ സുഖ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുള്ളൂ. ഈ സുഖ ദുഃഖങ്ങളെ സഹിക്കാൻ പറ്റാണ്ടാണ് ഇന്ന് നിരവധി അനവധി ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം എത്രയാണ്. മറ്റു മതസ്ഥരൊക്കെ അതിനെ പറ്റിയിട്ടുള്ള നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ട് ഒരു വിധമൊക്കെ അതിൽ നിന്ന് മാറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹിന്ദു ജനങ്ങൾ നിറയെ ആത്മഹത്യ ചെയ്യുന്നു. ചെറിയ കാര്യത്തിന് വേണ്ടി ചെയ്താൽ അവർക്ക് ശരീരം അല്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സഹിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടുക? ഇതിന്റെ കാര്യങ്ങൾ ബേസുകൾ ഇതാ ഭഗവത്ഗീതയിലൂടെ നമുക്ക് കിട്ടുകയാണ്. കർമ്മത്തിന്റെ നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ നല്ല കളികളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ കുറെ കാലം നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട്, പഠിക്കണില്ല, വീട്ടിൽ വന്നാലും പഠിക്കണില്ല. അങ്ങനെ കളി തന്നെ കളി, ഒന്നും പഠിക്കാണ്ട് ഒരു കുട്ടിക്ക് തോന്നുന്നു ഇന്ന് ഇനി തൊട്ടിട്ട് ഞാൻ പഠിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. കളികളൊക്കെ അവസാനിപ്പിച്ചിട്ട് മതിയായി, ഇനി കളിയിലൊന്നും താല്പര്യമില്ല. അങ്ങനെ ഒരു ജീവാത്മാവിന് കുറെ ജന്മത്തില് ഒന്നും അനുസരിക്കാണ്ട്, ശാസ്ത്രങ്ങളൊന്നും അനുസരിക്കാണ്ട്, വൈദികമായിട്ട് നമുക്ക് നിയമങ്ങളുണ്ട്, അതൊന്നും പാലിക്കാണ്ട് അനുസരിക്കാണ്ട് നടക്കണ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ശരീരത്തിലിരിക്കുന്നത്. മനുഷ്യ ശരീരം നമുക്കിപ്പോ കിട്ടി എത്രയോ ജന്മങ്ങൾക്ക് ശേഷം അല്ലേ? ഇപ്പൊ മയക്കല്ലാത്ത കാരണം ഞാൻ എൻ്റെ എക്സ്ട്രാ സൗണ്ട് എടുക്കുമ്പോ എനിക്ക് മറ്റേതാകുമ്പോ എനിക്ക് ചെറിയ സൗണ്ടിലായാലും പറഞ്ഞ മയക്കങ്ങോട്ട് എത്തുന്നില്ല. എന്താണ് നമ്മളുടെ ശരിയായ പ്രശ്നം? ആർക്ക് പറയാൻ പറ്റും? ജന്മ മൃത്യു ജര വ്യാധി, ഇതിനെ കട്ടാക്കണം. ആത്മാവിന് ബന്ധം ഭഗവാനോടാണ്. ആ ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം കേൾക്കുക. സതതം കീർത്തയന്തോമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ കുറിച്ചിട്ട് നന്നായി കേൾക്കുക, കീർത്തിക്കുക. ഇതാണ് നമ്മളാകുന്ന ജീവാത്മാവ് ചെയ്യേണ്ട കാര്യം. ആത്മാവിന് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും എപ്പോഴാണ് കിട്ടുന്നത്? ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അല്ലാത്ത കർമ്മങ്ങളൊക്കെ നമ്മളെ വീണ്ടും ഇവിടെ ബന്ധിപ്പിക്കും, വീണ്ടും അടുത്ത ശരീരത്തിലേക്ക്. അപ്പൊ ഇത് തന്നെയാണ് മരണശേഷം ആ ആത്മാവും ആഗ്രഹിക്കുന്നത്. അതിനാണ് ഭാഗവതത്തിൽ നമ്മള് ദുന്ദകാരിയുടെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലെ? ദുന്ദകാരി എന്താ ചെയ്തത്? ജീവിച്ചിരിക്കുമ്പോൾ കംപ്ലീറ്റ് പാപപ്രവൃത്തികൾ ചെയ്തു. അവസാനം ഗോകർണൻ സഹോദരൻ പോയിട്ട് ഗയയിൽ ശ്രാദ്ധം ചെയ്തു. ഗയാ ശ്രാദ്ധം കൊണ്ടൊന്നും ആത്മാവിന് മോചനം കിട്ടിയില്ല. പിന്നെ ഗോകർണൻ ഭക്തനായതുകൊണ്ട് ആത്മാക്കൾ തമ്മിൽ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പൊ പറയണ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും മോചിപ്പിക്കൂ, വേറെ എന്താ ഉപായം എന്ന് വെച്ചാല് ഇതിൽ നിന്നൊന്നും മോചനം കിട്ടിയിട്ടില്ല, എനിക്ക് എന്താ പറയണ പരാക്രമം. അപ്പൊ അതാണ് ആത്മാവിന് മരണശേഷമാണ് നമ്മൾ വിചാരിക്കേണ്ട ഇത് വെറും താൽക്കാലം. മരണശേഷമാണ് എല്ലാവരും പറയും അങ്ങനെ ഒരു സിദ്ധാന്തം തന്നെ ഉണ്ട്, മരണശേഷം 0 ഒന്നുമില്ല. ഇതാണ് ജീവിതം, ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം മരണശേഷമാണ്. അടുത്ത മരണത്തിന് മുന്നേ നമ്മൾ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തേണ്ടത്. ഇത് തയ്യാറെടുപ്പിന്റെ കാലമാണ്. മരണശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. യാതനകൾ അനുഭവിക്കണോ,
നല്ലതിലേക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്ന തയ്യാറെടുപ്പായിട്ട് റെഡി ആയിട്ടിരിക്കില്ലേ? ഏതിലേക്കാ പോണെന്ന് ഒരു ആത്മാവ് റെഡി ആയിട്ടിരിക്കാൻ പറ്റുന്ന സമയം ഇതാണ്. ഇപ്പൊ അതാ പറഞ്ഞു, സ്വല്പം ഒന്ന് അഭ്യസിച്ചാൽ മതി, നമ്മള് എല്ലാവരും റെഡി ആവും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ വല്ലാണ്ടൊന്നും പോണ്ട, പ്രത്യേകിച്ച് കലിയുഗത്തില് വല്ലാണ്ടൊന്നും പോണ്ട. കുറച്ച് ഇപ്പൊ ഏകാദശിയാണ്, ഏകാദശി എടുക്കുക, നാമജപം തുടങ്ങുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, നിരന്തരം കേൾക്കണം. നിത്യം ഭാഗവത സേവയാന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അത് ആത്മാവിന്റെ നിലനിൽപ്പിന്റെ അവസ്ഥയാണ്. ഇതാണ് ആത്മാവിന് വേണ്ടത്. നിരന്തരം ഭഗവാനെ കുറിച്ച് പറയുക, കീർത്തിക്കുക, നിരന്തരം വേണം അത്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ മറന്ന് ജീവിച്ചതാണ് ഈ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാനുള്ള കാരണം. എന്താന്ന് വെച്ചാല് ഭഗവാനെ നമ്മൾ സ്മരിച്ചിട്ടില്ല, ഭഗവാൻ പറയണ പോലെ നമ്മൾ ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തെറ്റായ മാർഗത്തിലൂടെയൊക്കെ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്നു. മനസ്സിലാവാത്തവരാണ് 99% പേര്. എന്തുകൊണ്ടാണെന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. ഒരു ബുദ്ധിയുള്ള ആള് എന്തുകൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു, എന്താണ് എൻ്റെ ചുറ്റുള്ളവരും ഇതൊക്കെ അനുഭവിക്കുന്നത്, എല്ലാവരും മരിക്കണുണ്ട്, അല്ലാതെ ഇതൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് എന്നുള്ളത്. മനസ്സിനെ മന്ത്രം കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഏത് മന്ത്രമാണ്? ഈ കലിയുഗത്തിലെ അനുവദിച്ച് നമുക്ക് തന്നിട്ടുള്ള ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ മനസ്സിനെ നമുക്ക് നിയന്ത്രണ വിധേയത്തിലാക്കാനും അതേപോലെ ഇനി ഒരു പാപപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണ നമ്മളിൽ നിന്ന് കട്ടാക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇനിയൊരു ജന്മം ഇവിടെ ഉണ്ടാവാത്ത തരത്തിലും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള മഹാമന്ത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മന്ത്രം കൊണ്ട് മാത്രം നമുക്ക് എല്ലാ തരത്തിലും ശുദ്ധരാവാൻ പറ്റും. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ കട്ടാക്കും ഈ മന്ത്രജപം. വെറും വേറെ ഒന്നും വേണ്ട, മഹാമന്ത്രജപം മാത്രം മതി. നിരന്തരം ഇതേപോലെ കേൾക്കുക, സത്സംഗത്തിൽ വന്നിട്ട് കേൾക്കുക, കീർത്തിക്കുക, ജപിക്കുക, വീട്ടിൽ പോയിരുന്നിട്ട് നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഇത് മാത്രമാണ് ഇതിനൊക്കെ സഹിക്കാനും. ഇനി നമ്മൾ പാപപ്രവൃത്തികൾ നമ്മൾ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ചെയ്യണവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രേരണകളിൽ നിന്നും എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് കഴിയും ഈ മഹാമന്ത്ര ജപം കൊണ്ട്. അതേപോലെ ഏകാദശി എടുക്കുക. വേറെ വലിയ വലിയ തപസ്സൊന്നുമില്ല നമുക്ക്. നിയമനിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും പറ്റില്ല. പറ്റുമെന്ന് പറയണില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് അവരിതിലേക്കൊന്നും വരാത്തത്. ഒരിക്കൽ ഒരാള് പറയണം, അതെ ഗീതാ ക്ലാസ്സിന് ഞാൻ വരാത്തത്, എനിക്ക് മത്സ്യമൊന്നും ഇല്ലാണ്ട് ചോറ് ഇറങ്ങില്ല, അതുകൊണ്ട് ഈ ഗീതയൊക്കെ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന്. അപ്പോൾ ഇത് നാമം ജപിച്ചു തുടങ്ങിയ ഇത് ഗീതാ ക്ലാസ് കേട്ടു തുടങ്ങിയാല് സത്സംഗത്തിൽ വന്നാല് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പലതും ഇല്ലാണ്ടാവേണ്ടി വരും അല്ലേ? ഒന്ന് നല്ല കുട്ടിയായിട്ട് നടക്കേണ്ടി വരും. അതിന് തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ വരാത്തത്. പലതും വേണ്ട എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത് ഇല്ലാണ്ടാവുമല്ലോ. അപ്പൊ അതിന് താല്പര്യം ഇല്ലാണ്ടാണ്. ഇഷ്ടമൊക്കെ തന്നെയാണ്, കൃഷ്ണനെയൊക്കെ വേണം, പക്ഷെ എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. കൃഷ്ണനും വേണം, എല്ലാ ഇവിടുത്തെ ആസ്വാദനവും വേണം. അങ്ങനെ രണ്ട് വഞ്ചിയിൽ കാല് തൊഴുന്നാല് എവിടെ എത്താൻ പോണില്ല. അപ്പൊ കൃഷ്ണനെ വേണമെങ്കിൽ കൃഷ്ണൻ പറയണ പോലെ അനുസരിച്ചാലാണ് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, പൂർണ്ണത വരുത്താൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കുറെ നാൾ നിങ്ങൾ കളിച്ച് നടന്നോണം പറഞ്ഞിട്ട് ഭഗവാൻ വിട്ടുകൊടുത്തെടുക്കണം എല്ലാവരും. മനസ്സിലായോ? നീ നിന്റെ ഇഷ്ടത്തിന് കളിച്ച് നടന്നോ. ഭഗവാൻ ആദ്യമേ തന്നെ 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ, 5000 വർഷങ്ങൾക്ക് മുന്നേ അല്ല, ഇവിടെ ഭൗതിക പ്രപഞ്ചം എന്തൊക്കെ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ തന്നു അന്നേ തൊട്ടിട്ട് ഈ വേദങ്ങളും നമുക്ക് തന്നു. അപ്പൊ അതിൽ തന്നെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ ഓരോ യുഗത്തിൽ വന്നിട്ട് അതൊന്നും കൂടി പറഞ്ഞു തരണമെന്ന് മാത്രം. ഈ അറിവ് എന്നുള്ളതാണ്, പക്ഷെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്കൊക്കെ കിട്ടണമെന്ന് മാത്രം. അതേപോലെ കുറെ കളിച്ച് നടന്നാൽ അവർക്കും ഏതെങ്കിലും ജന്മത്തിൽ കിട്ടും, മതിയാവും.
ഈ ആസ്വാദനങ്ങളൊന്നും അല്ല എന്നുള്ളത് തിരിച്ചറിയണ ഒരു സമയം വരുമെന്ന് മാത്രം. അതുകൊണ്ട് നമ്മളാരും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, നമ്മൾ പിടിച്ച് വലിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ആ സമയമാകുമ്പോൾ മാത്രം തന്നെ അവർ വരുന്നുള്ളൂ. അങ്ങനെ ആ യോഗ്യത ആ സമയത്തിനനുസരിച്ച് തന്നെയാണ് എല്ലാവരും എത്തിപ്പെട്ടുന്നത്. പഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. अनंत कोटि वैष्णवंद की जय, जगन गुरु श्री प्रभादर की जय, गुरु महाराज की जय, आज के आनंद की जय, निताय गौर प्रेमानंदे। सर्वं कृष्णार्पणमस्तु। हरे कृष्ण।